മലയാള സിനിമയ്ക്ക്, നവയുഗത്തിലേക്ക് കടക്കുന്ന മലയാള സിനിമയ്ക്ക് ഒരു യുഗത്തിന്റെ അന്ത്യമാണോ ഇവരൊക്കെ കടന്നു പോകുന്നത് എന്ന് തോന്നിപ്പോകുന്നു. നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സത്യത്തിൽ വളരെ വേദനയോടെ ചില കാര്യങ്ങൾ പറയാനാണ് ഈ സമയം വിനിയോഗിക്കുന്നത്. കാരണം മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രഗത്ഭരായ ചലച്ചിത്രകാരന്മാർ, അതിൽ അഭിനേതാക്കളുണ്ട്, സംവിധായകരുണ്ട്. ഇവരെല്ലാം ഈ അടുത്ത നാളുകളിൽ നമ്മെ വിട്ടുപിരിയുന്ന ഒരു കാഴ്ച നാം കാണുന്നു. 2023 ഒരുപാട് പേർ നമ്മെ വിട്ടുപോയി. ഇന്നസെന്റ് മുതൽ മാമുക്കോയ വരെയുള്ള ആളുകൾ, അങ്ങനെ എത്രയോ പേർ, ഇന്നസെന്റ്, മാമുക്കോയ, കുണ്ട്ര ജോണി തുടങ്ങി നിരവധി ആർട്ടിസ്റ്റുകൾ, അവരെല്ലാം നമ്മളെ വിട്ടുപോകുമ്പോൾ പ്രഗത്ഭരായ സംവിധായകരും അക്കൂട്ടത്തിലുണ്ട്. KG ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾ. അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മിൽ നിന്ന് മറഞ്ഞു പോകുമ്പോൾ ഒരു യുഗം അവസാനിക്കുന്നത് പോലെ തോന്നും. ഇപ്പോൾ ഏറ്റവും ഒടുവിലിതാ നമ്മെ വിട്ടു പിരിഞ്ഞു പോയത് സംവിധായകൻ ഹരികുമാറാണ്. ഹരികുമാറിന് ശേഷം ഹരികുമാറും കനകലത എന്ന് പറയുന്ന നടിയും ഒരേ ദിവസമാണ് അന്തരിച്ചത്. ഇതിന്റെ ഞെട്ടൽ മാറുന്നതിന് മുമ്പ് തന്നെയാണ് ഇപ്പോഴിതാ സംഗീത ശിവൻ അന്തരിച്ചു എന്നുള്ള വാർത്തയും വരുന്നത്. ഹരികുമാർ ആണെങ്കിൽ 10-16 സിനിമകൾ സംവിധാനം ചെയ്തയാളാണ്. സുഹൃതം എന്ന സിനിമ, അത് MD വാസുദേവൻ നായരുടേതായിരുന്നു അതിന്റെ രചന. സുഹൃതം എന്ന സിനിമയ്ക്ക് ദേശീയ പുരസ്കാരവും ലഭിച്ചു. നിരവധി ദേശീയ സംസ്ഥാന ജൂറികളിലുമൊക്കെ അംഗമായിരുന്നുണ്ട് ശ്രീ ഹരികുമാർ. എഴുന്നള്ളത്തൊക്കെ അദ്ദേഹത്തിന്റെ സിനിമയാണ്. എനിക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. ഒരു ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് കണ്ടിരുന്ന ഒരാളാണ് ശ്രീ ഹരികുമാർ. അദ്ദേഹത്തെ പലതവണ അസോസിയേഷനുകളിലും അല്ലാതെ മീറ്റിങ്ങുകളിലും സിനിമാ ഷൂട്ടിങ്ങിലും ഒക്കെ അദ്ദേഹത്തോടെ പ്രവർത്തിക്കാനും ഒക്കെ ഉള്ള അവസരം ഉണ്ടായിട്ടുള്ള ആളാണ് ഞാൻ. 1981 ആമ്പൽപ്പൂവ് എന്ന ചിത്രത്തോടു കൂടിയാണ് ഹരികുമാർ സംവിധാനത്തിലേക്ക് വരുന്നത്. 94 സുഹൃതം, സ്നേഹപൂർവ്വം മീര, ഒരു സ്വകാര്യം, അയനം, പുലി വരുന്നേ പുലി, ജാലകം, എഴുന്നള്ളത്ത്, ഉദ്യാനപാലകൻ, സ്വയംവരപ്പന്തൽ, പുലർവെട്ടം, സദ്ഗമയ, പറഞ്ഞു തീരാത്ത വിശേഷങ്ങൾ എന്നീ സിനിമകളും ശ്രീ ഹരികുമാറിൻ്റെതാണ്. ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യ എന്ന സിനിമയാണ് ഏറ്റവും ഒടുവിലായി അദ്ദേഹം സംവിധാനം ചെയ്തത്. ഹരികുമാർ നമ്മെ വിട്ടുപിരിഞ്ഞു. ആ നടുക്കം മാറുന്നതിന് മുമ്പാണ് ഇന്ന് സംഗീത ശിവൻ അന്തരിച്ച വിവരം ഇപ്പോഴറിയുന്നത്. ഛായാഗ്രാഹകനായിരുന്നു, നല്ലൊരു സംവിധായകനുമായിരുന്നു. യോദ്ധ എന്ന ഒരൊറ്റ ചിത്രം മതി സംഗീത ശിവൻ ആരാണ് എന്നറിയാൻ. യോദ്ധ, രഘുവരനെ, അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ അഭിനയ പ്രതിഭ മലയാളികൾ മനസ്സിലാക്കിയ വ്യൂഹം എന്ന സിനിമ, മോഹൻലാലിനെ വെച്ച് തന്നെയുള്ള നിർണയം എന്ന സിനിമ, അരവിന്ദ് സ്വാമിയെ നായകനാക്കി സംവിധാനം ചെയ്ത ഡാഡി എന്ന സിനിമ, പിന്നീട് ഉള്ളതെല്ലാം ഹിന്ദി സിനിമകളാണ്. അങ്ങനെ വളരെ പ്രഗത്ഭനായ ഒരു സംവിധായകനും സുഹൃത്തും കൂടിയായ ശ്രീ സംഗീത ശിവൻ അന്തരിക്കുകയും ചെയ്തിരിക്കുന്നു. അദ്ദേഹവും നമ്മെ വിട്ടുപോയിരിക്കുന്നു. കനകലതയാണെങ്കിൽ ഏതാണ്ട് 50ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ച ഒരു നടിയാണ്. ചിത്രങ്ങളിലും സീരിയലുകളിലും മറ്റും ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെയും ഒരു ചിത്രത്തിലും അതേപോലെ 2-3 TV സീരിയലുകളിലും ഒക്കെ കനകലത അഭിനയിച്ചിട്ടുമുണ്ട്. ഇങ്ങനെ മലയാള സിനിമയിൽ നിന്ന് പ്രഗത്ഭരായ വ്യക്തികളുടെ വിട പറഞ്ഞു പോകുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു നാൾക്കുനാൾ. അത് സത്യത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ സിനിമയ്ക്ക് ഒരു വലിയ നഷ്ടം തന്നെയല്ലേ? നമ്മുടെ സമൂഹത്തിന് ഒരു നഷ്ടം തന്നെയല്ലേ? മലയാള സിനിമയ്ക്ക്, നവയുഗത്തിലേക്ക് കടക്കുന്ന മലയാള സിനിമയ്ക്ക് ഒരു യുഗത്തിന്റെ അന്ത്യമാണോ ഇവരൊക്കെ കടന്നു പോകുന്നത് എന്ന് തോന്നിപ്പോകുന്നു. എന്താണെങ്കിലും മരിച്ച എല്ലാവർക്കും ന്യൂസ് ഗ്ലോബിന്റെ പേരിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു.